ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തത്തെ തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് നോമ്പിന് സൗം എന്ന പേര് നൽകിയത്. നമ്മൾ സ്വന്തത്തെ പിടിച്ചു വെക്കുകയാണ്. ഭക്ഷണം മുന്നിലുണ്ട് പക്ഷെ തിന്നുന്നില്ല, വെള്ളം മുന്നിലുണ്ട് ദാഹമുണ്ട് പക്ഷെ കുടിക്കുന്നില്ല, ഭാര്യ അടുത്ത് തന്നെയുണ്ട് പക്ഷെ അവളെ സമീപിക്കുന്നില്ല. സ്വയം പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് നോമ്പിന് സൗം എന്ന പേര് നൽകപ്പെട്ടത്. വെറും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല നമ്മൾ സ്വന്തത്തെ പിടിച്ചു വെക്കണം, പിന്നെയോ ഹറാമുകളിൽ നിന്നും പിടിച്ചു വെക്കണം. വാഹരിയ മദ്ഹബിൽ ചില ആളുകൾ അവർ പറഞ്ഞു ഹറാമ് ചെയ്താൽ നോമ്പ് മുറിയുമെന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. അഭിപ്രായം ശരിയല്ലെങ്കിൽ ഹറാമുകളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചു വെക്കണം. തെറ്റായ കാര്യങ്ങൾ നാവ് പിടിച്ചു വെക്കണം, ശരീരത്തെ പിടിച്ചു വെക്കണം. അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇൻ ഇംറുഉൻ ശാതമഹു ഔ ശാബഹു ഫൽയഖുൽ ഇന്നി സായിമുൻ മറത്തൈൻ. ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ, ആക്ഷേപിച്ചാൽ അവൻ പറയട്ടെ ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് അവൻ പറയട്ടെ. ചില ഉലമാക്കൾ പറഞ്ഞു ഇന്നി സായിം, നോമ്പുകാരനാണ് എന്നത് ഒരു തവണ ഉറക്കെ പറയാം, മറ്റൊരു തവണ സ്വന്തത്തോട് തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മനസ്സിലും പറയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ പറഞ്ഞത് എന്ന് ചില ആളുകൾ, ചില ഉലമാക്കൾ ഈ ഹദീസിനെ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ ചീത്ത പറയുമ്പോൾ ഞാൻ നോമ്പുകാരനാണ്, നീ എന്നെ വെറുതെ ഉപദ്രവിക്കല്ലേ എന്ന അർത്ഥത്തിൽ അവനോടും അത് പറയാം. സ്വന്തത്തെ പിടിച്ചു വെക്കണം എന്ന അർത്ഥത്തിൽ അവനെ തിരിച്ചൊന്നും പറയരുത് എന്നത് ഓർമ്മപ്പെടുത്താൻ അവനോട് ഞാൻ നോമ്പുകാരനാണ് എന്ന് മനസ്സിലും പറയട്ടെ എന്ന് ചില ഉലമാക്കൾ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റുബ്ബ സായിം ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വൽ അതശ്. എത്രയെത്ര നോമ്പുകാരാണുള്ളത്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ആകെ ലഭിക്കുന്നത് കുറച്ചു നേരം വിശപ്പ് അനുഭവിച്ചു എന്നതും ദാഹം അനുഭവിച്ചു എന്നതും മാത്രമാണ്. നമ്മുടെ നോമ്പ് അങ്ങനെ ആകരുത്. നോമ്പ് നല്ല നോമ്പാകണം.